ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്കമിങ് SBI ക്ലർക്ക് മെയിൻസ് അതുപോലെ തന്നെ IBPS ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ എഴുതി പഠിക്കുന്ന റഫ് നോട്ട് ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് റഫായിട്ട് എഴുതി വെക്കും. അതാകുമ്പോൾ ഓരോന്നും കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തെന്താ നോക്കാമെന്നുള്ളത്, അടുത്തെന്താ പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് മെയിൻസിൻ്റെ സെക്ഷണൽ മോക്കുകളാണ് കേട്ടോ. ഇതാണ് ഞാൻ കറണ്ട് അഫയേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. സ്മാർട്ട് കീ ഡേയുടെ വീക്ക്ലി PDF ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു PDF എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വീക്ക്ലി PDFും അതുപോലെ തന്നെ എഡിറ്റോറിയൽ PDFs ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ PDFs വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടെലഗ്രാം ചാനൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കണ്ടൻറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്മാർട്ട് പോയിൻറ്റ്സ് മാത്രമാണ് വായിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു വലിയൊരു കണ്ടൻറ്റ് വായിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ആ ഒരു കണ്ടൻറ്റുകളൊക്കെ സമാധാനമായിട്ടിരുന്ന് വായിച്ചെടുക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അധികം സമയമില്ലല്ലോ. ഞാൻ ഈ ഒരു SBI അതുപോലെ തന്നെ IBPS ക്ലർക്കിനും ലാസ്റ്റ് 3 മാസത്തെ കറണ്ട് അഫയേഴ്സ് മാത്രം നോക്കിയാൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഒരുപാട് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 3 മാസത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം നോക്കിയാൽ മതി എന്ന് ഓർത്തിട്ടാണോ ഈ ഒരു വീക്ക്ലി PDF സ്പീഡായിട്ട് പഠിച്ചു പോകുന്നത്. ഇതിലും ചില ടോപ്പിക്സൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ പഠിക്കുന്നത്. അതുകൊണ്ട് സ്മാർട്ട് പോയിൻറ്റ്സ് മാത്രമാണ് വായിച്ച് വിടുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ IBPS PO മെയിൻസ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി ഒരു ബെനിഫിഷ്യലാകും. അവർ മെയിലെയും ജൂണിലേക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതിയല്ലോ. പിന്നെ സെപ്റ്റംബറും ഓഗസ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സും കൂടെ നോക്കിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ റീഡിംഗ് ആണ്. അപ്പോൾ എഡിറ്റോറിയൽ എങ്ങനെ നമ്മൾ വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇത്രയും എഡിറ്റോറിയൽ ഉണ്ടല്ലോ, നമ്മൾ ഇതെല്ലാം വായിക്കണമെന്നൊന്നുമില്ല. ഒരു 2 എഡിറ്റോറിയലെങ്കിലും മിനിമം ഒരു 2 എഡിറ്റോറിയലെങ്കിലും നമ്മൾ എടുത്ത് വെച്ചിട്ട് വായിച്ചിട്ട് അത് വായിക്കുമ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ വേർഡ്സ് കിട്ടും. ആ വേർഡ്സ് ജസ്റ്റ് നോട്ടിൽ എഴുതിയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ സിനോണിംസ് എന്തൊക്കെ വരും എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം വെക്കാബുലറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രിലിംസിന് മാത്രമല്ല മെയിൻസിന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ വെക്കാബുലറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ കുറച്ചുകൂടി സ്കോർ ചെയ്യാതെ നമുക്ക് മെയിൻസ് ക്ലിയർ ആവാൻ വേണ്ടി പറ്റില്ല. പ്രിലിംസ് എങ്ങനെയെങ്കിലും നമുക്ക് തട്ടിമുട്ടി കയറാൻ പറ്റും. പക്ഷേ മെയിൻസിനും ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്കോറിങ് പാർട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ സമയം ഇംഗ്ലീഷിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല റീഡിങ് സ്പീഡ് കിട്ടും. അതാകുമ്പോൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നമുക്ക് മെയിൻസ് എക്സാമിനൊക്കെ 2 RC ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എഡിറ്റോറിയൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സെക്ഷണൽ മോക്ക് എടുക്കാൻ കേട്ടോ. മെയിൻസിൻ്റെ ഇംഗ്ലീഷ് സെക്ഷണൽ മോക്കാണ് എടുക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ എപ്പോഴും അറ്റംപ്റ്റ് ഞാൻ കുറവായിട്ടാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് അത് തെറ്റി പോകുന്നുള്ള പേടി കാരണം ഞാൻ അറ്റംപ്റ്റ് കുറവായിട്ടാണ് ഇംഗ്ലീഷിൽ എപ്പോഴും അറ്റംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ മോക്ക് ഗൈഡ്ലിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് മോക്ക് ആപ്പ് എടുക്കണം അല്ലെങ്കിൽ എത്ര മോക്ക് ആപ്പ് എടുക്കണം എന്നുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഗൈഡ്ലിയൊക്കെ നല്ല മോക്ക് ആപ്പാണ്. ഗൈഡ്ലി, ഒലിബോർഡ്, പ്രാക്ടീസ് മോക്ക്, ടെക്സ്റ്റ് ബുക്ക് ഇതെല്ലാം നല്ലതാണ്. എത്ര മോക്ക് ആപ്പ് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കറൻ്റ്ലി ഞാനിപ്പോൾ ഈ ഒരു ഗൈഡ്ലി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മോക്ക് സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷണൽ മോക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സ്കോർ ഞാൻ 25 അറ്റംപ്റ്റ് കൊടുത്തായിരുന്നു. 18.75 എനിക്ക് വന്നിട്ടുള്ള മാർക്ക്. 5 എണ്ണം ഇൻകറക്റ്റായി. ഇൻകറക്റ്റ് എനിക്ക് എപ്പോഴും ഇംഗ്ലീഷിലാവാറുള്ളതാണ്. ഒരു 5-6 ഇൻകറക്റ്റൊക്കെ എന്തായാലും എനിക്ക് ഇംഗ്ലീഷിലുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷണൽ മോക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി ചായ കുടിച്ചൊന്ന് ഫ്രഷായി. പിന്നെ ഞാനൊരു സന്ധ്യയൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു PDF സോൾവ് ചെയ്യുന്നുണ്ട്. ഇത് SBI ക്ലർക്ക് മെയിൻസ് ലെവലിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു PDF 2022 എങ്കിലും ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല. ഫ്രീ PDF ആണ്. ഞാൻ ഗൈഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു PDF. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 പസിൽ ഞാൻ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പസിൽസ് ഡെയിലി ഒരു 2 എണ്ണമെങ്കിലും മെയിൻസ് ലെവലിൻ്റെ ചെയ്തു നോക്കാം കേട്ടോ. കാരണം
ഒത്തിരി സമയം എടുക്കുന്നുണ്ട് നമുക്ക് പസിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പോസിബിലിറ്റീസും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പോസിബിലിറ്റീസ് വന്ന് ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ നമുക്ക് ചില പസിൽ ചെയ്താൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് പസിൽസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് മെയിൻ എക്സാമിൻ്റെ എല്ലാ പസിൽസൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കി മാർക്ക് ഫോർ റിവ്യൂ ഇട്ടിട്ട് നമ്മൾ പിന്നീട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് എല്ലാ പസിൽസും മെയിൻസ് ലെവലിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു PDF ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു യൂട്യൂബ് വീഡിയോ ആണ് കണ്ടത്. ഇത് കോൺസിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്, സ്റ്റഡിഫൈഡ് ബൈ ആശിഷ് അറോറയുടെ. ഇതിൽ ഞാൻ മെയിൻസ് ലെവലിലുള്ള ഒരു DI 2 DI ചെയ്യണം എന്നാണ് ശരിക്കും വിചാരിച്ചത്. പക്ഷേ ഒരു DI ചെയ്തപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെൻ ഡയഗ്രാമായിട്ടുള്ള ഒരു DI ആയിരുന്നു. അപ്പോൾ ഞാനിതിൽ ഒരു DI മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ സമയം ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു രാത്രി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറണ്ട് അഫയേഴ്സാണ് വീണ്ടും പഠിച്ചത്. കറണ്ട് അഫയേഴ്സ് രാവിലെ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തിനി എനിക്ക് ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ മോക്ക് എടുക്കുമ്പോഴൊക്കെ ജൂലൈയിലെ കറണ്ട് അഫയേഴ്സാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജൂലൈയിലെ കൂടെ ഒന്ന് വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജൂലൈയിലെ കറണ്ട് അഫയേഴ്സും കൂടെ ഞാൻ വീക്ക്ലി PDF എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതൊരു 1-2 പേജ് ഞാൻ വായിച്ചോളൂ, സമയം ഒരുപാടായത് കാരണം പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.